ഈ തൃശ്ശൂരിൽ നിന്ന് വളരെ കൗതുകരമായ എന്നാൽ ആശങ്കാജനകമായൊരു വാർത്തയുണ്ട്. തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തട്ടമിട്ട സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വരുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതായത് സ്ത്രീകളുടെ വോട്ട് പൊതുവെ സുരേഷ് ഗോപിക്കാണ് എന്ന് തൃശ്ശൂരിലൊരു സംസാരം ഉണ്ടായിരുന്നു, ഏത് പാർട്ടിയാണെങ്കിലും. അപ്പം മുസ്ലിം സമുദായത്തിലുള്ള പെണ്ണുങ്ങൾ വോട്ട് ചെയ്യാൻ പോയാൽ സുരേഷ് ഗോപിക്ക് കുത്തും എന്ന് പേടിച്ച് വീട്ടിലെ പുരുഷന്മാർ മുസ്ലിം സ്ത്രീകളെ വോട്ട് ചെയ്യാൻ വിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. ശരിയായിരിക്കുമോ? അത് മുസ്ലിം സമുദായത്തിൽ ഇത്തവണ പൊതുവെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് BJPക്ക് ആരും വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. ധ്രുവീകരണം തന്നെ ആ സമുദായത്തിൽ വേണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത് അവർ. പക്ഷേ സ്ത്രീകൾക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപിയോട് അനുഭവം മമതയുണ്ട്. മമതയുണ്ട്. അതിന് പല കാര്യങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, മറ്റേ സ്ക്രീനിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പ്രതിരൂപം, പിന്നെ ഒരു വ്യാജമായ ഒരു പെണ്ണ് കേസിൽ പുള്ളിയെ കുടുക്കി അങ്ങനത്തെ സഹതാപം, ഇതിനൊക്കെ പുറമെ BJP മുത്തലാഖ് നിർത്തലാക്കിയതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് പൊതുവേ BJPയോട് മറ്റേ അനുഭാവം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. അതല്ല സാർ, അതിൽ പ്രധാനപ്പെട്ടുണ്ട് UCC നടപ്പാക്കുമെന്ന് പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശം കിട്ടും. അത് കിട്ടുമല്ലോ. നമ്മുടെ ഷുക്കൂർ വക്കീലും ഒക്കെ ഒരു മാതൃകയായിട്ട് കാസർഗോഡ് നിന്നൊക്കെ ചെയ്തിട്ടില്ലേ, സ്ത്രീകൾക്കൊക്കെ അവകാശം കൊടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് പിന്നീട് വിവാഹം രജിസ്റ്റർ ചെയ്തില്ലേ അവർ രണ്ടുപേരും. ആ സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ടാണെങ്കിൽ എല്ലാവർക്കും അവകാശം കിട്ടുമല്ലോ. അവരുടെ ശരീഅത്ത് നിയമം വെച്ചിട്ടാണെങ്കിൽ കിട്ടില്ല, മക്കൾക്ക് കിട്ടില്ല. അതെ. അപ്പൊ ഈ മുസ്ലിം സ്ത്രീകളോട് അനുഭാവത്തോടു കൂടി നിൽക്കുന്ന പാർട്ടിയാണ് BJP എന്ന് സ്ത്രീകൾ ധരിച്ചാൽ അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവർ പോകണ്ട, വോട്ട് ചെയ്യാൻ പോകണ്ടെന്ന് തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം എനിക്കില്ല. പക്ഷേ നമ്മൾ അവിടുത്തെ ക്യൂവിൽ കണ്ടില്ല. തട്ടമിട്ട സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ കാര്യമായി തൃശ്ശൂർ മണ്ഡലത്തിൽ കണ്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കേരളീയ സമൂഹത്തിൽ ഈ എല്ലാ വിഭാഗം സ്ത്രീകളും മറ്റേ പുരുഷന്മാരെക്കാൾ ഭേദമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം സക്കറിയ ഒരു ലേഖനം എഴുതിയിരുന്നില്ലേ, ആ കപ്പൽ ഇറാൻ പിടിച്ചുകൊണ്ട് കപ്പലിൽ ഒരു പെൺകുട്ടി മാത്രം ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്നാണ്, മറ്റേ ജീവനക്കാരിയായിട്ട്. അങ്ങനെ ധീരമായ നിലപാടുകൾ എടുക്കുന്നവരും ഒക്കെ ഇപ്പോൾ ഉണ്ട്. മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം പരമായിട്ട് മുന്നേറുന്നുണ്ടല്ലോ. നേരത്തെ കല്യാണം കഴിച്ചയക്കുന്ന പരിപാടി, നിക്കാഹ് കഴിച്ചയക്കുന്ന പരിപാടിയൊക്കെ കുറഞ്ഞു വരികയല്ലേ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇപ്പോൾ മറ്റേ ഹരിത ഇല്ലേ, അവരുടെ സ്ത്രീ വിദ്യാർത്ഥി വിഭാഗം, അതിൻ്റെ അകത്ത് തന്നെ അവരൊരു കലാപം നടത്തിയില്ലേ മുസ്ലിം ലീഗിലെ പുരുഷന്മാർക്കെതിരെ. പക്ഷേ അതിനകത്തെ പെൺകുട്ടികൾക്ക് പക്ഷേ സ്റ്റേജിൽ വെച്ച് മുസ്ലിം പെൺകുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത് നിഷേധിക്കപ്പെട്ടതിൽ അതിലൊന്നും അവർക്ക് പ്രതിഷേധമില്ല. അത് ജിഫ്രി തങ്ങൾ സമസ്ത വിവാഹ ചടങ്ങിന് സെപ്പറേറ്റ് ഭക്ഷണം കൊടുത്താൽ പ്രതിഷേധമില്ല. എന്തിന് അല്ലെങ്കിൽ തട്ടമിട്ടേ പുറത്തിറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറയുന്നതാണ് ഹരിത. അത് സ്വത്വം ആയിട്ടാണ് അവർ കരുതുന്നത് അതിൻ്റെ. പക്ഷെ ഒരു കലാപം ചെറുതായിട്ടാണെങ്കിലുമേ അത് നടക്കട്ടെ. കാരണം ഏത് സമൂഹത്തിലും അത് ഗാന്ധിയൊക്കെ പറയുമല്ലോ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെ വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ നിശബ്ദ വിപ്ലവമാണെങ്കിലും ഇവരിങ്ങനെ നടത്തും എന്ന് പുരുഷന്മാർക്ക് തോന്നി എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ. അതായത് ഞങ്ങൾ ഇവരെ പുറത്തു വിട്ടാൽ ഇവർ നമ്മുടെ മാമൂലുകളും തിട്ടൂരങ്ങളും അട്ടിമറിച്ച് BJPക്കെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണം എന്നും ആഗ്രഹിക്കുന്നത്. പള്ളിയിലേക്ക് വിടുന്നില്ലല്ലോ. സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനമില്ല. പക്ഷേ അത് ഒരു വിശ്വാസത്തിൻ്റെ കാര്യമാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമെന്ന് ഭയന്ന് മുസ്ലിം വീടുകളിലെ പെണ്ണുങ്ങൾ വോട്ട് ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണത്. സ്ത്രീവിരുദ്ധവുമാണ്. സ്ത്രീവിരുദ്ധമാണ്. വോട്ട് അവകാശമാണല്ലോ. അവർക്കും സേയില്ലേ, ആര് ഞങ്ങളെ ഭരിക്കണം എന്ന് പറയുന്നതിൽ അവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇത് എത്ര ശതമാനമാണ് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. കേരളത്തിൽ അതുപോലെ തന്നെ വിചാരിച്ച പോലെ മുസ്ലിം ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പോൾ പൊതുവെ അങ്ങനെയാണ്
മുസ്ലിം ധ്രുവീകരണം BJP വിരുദ്ധമായിട്ട് അതിഭയങ്കരമായിട്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് ശതമാനം പോരാ. 71.90 ആണല്ലോ ഇപ്പോൾ പറയുന്നത്. ഈ 71.90 പോലെ മുമ്പ് 4 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനൊരു തരംഗം ധ്രുവീകരണം ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വോട്ട് ശതമാനം വെച്ച് നോക്കുന്നത്. കഴിഞ്ഞ അതുണ്ടായിട്ടുണ്ട് താനും. അപ്പോൾ ഈ പുരുഷന്മാർ വിചാരിക്കുന്നത് പോലെ ആ സമുദായങ്ങളിൽ അവർ അനുശാസിക്കുന്നത് പോലെ സ്ത്രീകൾ നടന്നു കൊള്ളണം, എൻ്റെ കൂടെ വന്ന് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിക്ക് എന്നെ വോട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ നടന്നാലേ ധ്രുവീകരണം നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും അതിൽ സംഭവിച്ചതായിട്ട് പൊതുവേ കാണുന്നില്ല. മറ്റൊന്ന് BJPയുടെ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള വിജയസാധ്യത കൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എത്ര ആത്മഹത്യാപരമായ തീരുമാനവും എടുക്കും എന്നുള്ള സങ്കുചിതമായ നിലപാടിലേക്ക് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മാറിയിട്ടുണ്ടോ? അതായത് ഗുരുവായൂരിൽ നമുക്കറിയാലോ, ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ട് അല്ലേ, ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ട് അത് മോദിക്കും അവർ സംഭാവന ചെയ്തില്ലേ, സുരേഷ് ഗോപിക്കും ഒക്കെ. അവർക്ക് വലിയ ആക്രമണം നടന്നു സൈബർ ലോകത്ത്. അപ്പോൾ വലിയ മാറ്റങ്ങൾ അതൊന്നും തടയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയായിരുന്നു പലതും തടയുന്നുണ്ടാവാം. ഇങ്ങനെ ഒരു തവണയൊക്കെയല്ലേ ഇത് തടയാൻ പറ്റുള്ളൂ. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലൊന്നും ഇത് തടയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ അറിയുന്ന പുറത്തേക്കിത് ചോർന്ന വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ഒരു വലിയ കോളിളക്കമായിട്ട് വരുമല്ലോ, ചർച്ച വരുമല്ലോ. അല്ല, ചർച്ചയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല. അല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണ്ട. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്താൽ മതിയല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇത്തവണ മറ്റേ റേറ്റിംഗ് ഒക്കെ വളരെ കുറവാണെന്ന് ഞാൻ വായിച്ചിരുന്നു. ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പോൾ സർവേ ഒക്കെ നടത്തിയിരുന്നില്ലേ മുഖ്യധാര ചാനലുകൾ. ഇതൊന്നും ആരും കണ്ടിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ വായിച്ചു. നമ്മുടെ തന്നെ അനുഭവം നോക്കിയാൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ വ്യൂവർഷിപ്പൊക്കെ വല്ലാതെ കൂടി. പോളിംഗ് ദിവസമൊക്കെ നമുക്ക് സാധാരണ കൂടുതൽ വ്യൂവർഷിപ്പ് നമുക്കുണ്ടായി. അപ്പോൾ ആളുകൾ ടെലിവിഷൻ കാണാതെ പോക്കറ്റ് TV ആയ നമ്മളെ പോലെയുള്ള ചാനലുകളിലേക്ക് മാറുകയാണ്. ആ വാചകവും ആ പോസ്റ്റിലുണ്ടായിരുന്നു. നമ്മളെപ്പോലത്തെ ചാനലുകളിലെയാണ് ഈ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നത്. മനോരമ ന്യൂസിന് 50% അങ്ങനെയൊക്കെയാണ്. മറ്റേ ടാം റേറ്റിംഗ് ഇല്ലേ, അതിൻ്റെ കടലാസിൽ അതുകൊണ്ടായിരിക്കണം നമ്മളോട് ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നുണ്ട്, കൗണ്ടിങ് ദിവസം ചാനലുകൾ ചെയ്യുന്ന പോലെ നിങ്ങൾ നിരന്തരം വിശകലനം ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾ തുടങ്ങിയാൽ ഞങ്ങൾ നിങ്ങളെ കാണാൻ ഉണ്ടാവുമെന്ന് പറയും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ചെയ്യുന്നുണ്ട്. കൗണ്ടിങ് ദിവസം ജൂൺ 4 ABC മലയാളം നിരന്തരമായി ഏറ്റവും പുതിയ വിലയിരുത്തലുമായി നമ്മൾ ഉണ്ടാവും. പ്രേക്ഷകർ കൂടെ ഉണ്ടായാൽ മതി. അത് നന്നായി. അപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞ സംഗതി ചില സമുദായങ്ങളിലും മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ മറ്റ് സമുദായങ്ങളിലും അങ്ങനെ ഉണ്ടാകട്ടെ. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണ്ടത്രയൊന്നും കൊടുക്കുന്നില്ല മുസ്ലിം ലീഗ്, മുസ്ലിം സംഘടനകളും കൊടുക്കുന്നില്ല. പള്ളിയിൽ പോകുന്നത് മതപരമായ കാര്യമാണെന്ന് സുനിൽ പറഞ്ഞില്ലേ. ഈ തെരഞ്ഞെടുപ്പിന് ആളുകൾ നിർത്തുന്നില്ലല്ലോ. കോഴിക്കോട് തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി നിന്നപ്പോൾ വനിതാ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയല്ലേ ചെയ്തത് കോഴിക്കോട് സൗത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ശതമാനക്കണക്കിന് ഇത്രയും സ്ത്രീകളെ നിർത്തുന്നത് നിർബന്ധമാക്കുന്നതോടുകൂടി അതിലും വ്യത്യാസം വരും. അല്ല, എന്തു ചെയ്തും സുരേഷ് ഗോപിയെ തോൽപ്പിച്ച് അടങ്ങൂ എന്ന് ഒരു വിഭാഗം ആളുകൾക്ക് വല്ലാത്തൊരു വാശിയുണ്ടായിരുന്നു. അത് ബാധിക്കുമോ? സുരേഷ് ഗോപിയുടെ ഈ കുറച്ച് മുസ്ലിം സ്ത്രീകളെ വോട്ട് ചെയ്യുന്നതിൽ വിലക്കെങ്കിൽ അത് അദ്ദേഹത്തിന് വിജയസാധ്യതയെ ബാധിക്കുമോ? അത് ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകൾ അതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് പല പോളുകളിലും കാരണം അദ്ദേഹത്തിന് ജയിപ്പിക്കാൻ വേറെ ആളുകളും തീരുമാനിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫസർ MT തോമസ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രൈസ്തവ ഗ്രൂപ്പുകളായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിൽ വ്യാപകമായി ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ട്. ഒരു 20% വോട്ടുകൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പുതുതായി സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. പ്രതാപൻ പറഞ്ഞത് തന്നെ പ്രതാപനെ സംശയിക്കത്തക്ക വിധത്തിലുള്ള നമ്മളാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ആദ്യം റിപ്പോർട്ട് ചെയ്തത് 59,000-ൽ പരം വോട്ടുകൾക്ക്
സുരേഷ് ഗോപി മുന്നിലാണ് എന്ന് പ്രതാപൻ ഒരു കണക്ക് കൂട്ടി പറഞ്ഞു. പല ആളുകളും മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടല്ലോ മറ്റ് സ്ഥാനാർത്ഥികൾ. മറ്റേ മുരളീധരൻ തന്നെ പറഞ്ഞില്ലേ 2ാം സ്ഥാനത്തായിരിക്കും BJP. അതിന് കാരണം മറ്റേ കോൺഗ്രസ് ആയിരിക്കും, പത്മജയ്ക്കും പങ്കുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. BJP 2ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് മുരളീധരൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? 1ാം സ്ഥാനത്തും വരാൻ സാധ്യത. ഏതായാലും നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് പലയിടത്തും മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വന്നവരുടെ എണ്ണം മുൻകാലങ്ങളെക്കാൾ കുറവാണെന്ന് പറയുന്നത് BJPക്ക് ഒരു ജയസാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അതിനകത്തൊരു വലിയ അനീതിയുണ്ട്. സ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കാൻ പോലും ഈ കമ്മ്യൂണിറ്റിയിലെ കുറേ ഫണ്ടമെൻ്റലിസ്റ്റുകൾ തയ്യാറാവുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒട്ടും ഗുണകരമല്ല. അതിലൊരു അനീതി ഉണ്ടെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതാണ്. അതെ, പക്ഷേ ആ മുസ്ലിം സാമാന്യത്തിൽ തന്നെ വേറിട്ട് ചിന്തിക്കുന്നവരുണ്ട് എന്ന് കാണുന്നതും നല്ലതാണ്. അതെ അതെ അതെ. ഏതായാലും ജനാധിപത്യം കൂടുതൽ സക്രിയമാകാൻ നമ്മുടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിനുള്ള അവസരം ഉണ്ടാവുകയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ഇത്തരം പിന്നാക്കം പോകലുകളുണ്ടെങ്കിൽ അതിനെ പൊതുസമൂഹം ആകെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ്.